ബീഹാറിലെ പാട്നയിൽ 1999 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെ ഉജ്ജ്വൽ ജെയിൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. കമല സ്റ്റോർ എന്ന് പറയുന്ന ഒരു തുണിക്കടയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. ആളുടെ മകളുടെ പേര് പ്രീതി ജെയിൻ എന്നായിരുന്നു. 23 വയസ്സായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കേട്ടോ ആ പെൺകുട്ടി കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ കുറച്ച് മാറിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ മറ്റൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ പ്രീതി ജെയിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു അവരുടേത്. അവർ കാണാൻ നല്ല സുന്ദരിയായിരുന്നു, അതേപോലെ തന്നെ ഒരു മോഡലായിരുന്നു. ആ ഇടയ്ക്ക് ആ പാട്നയിൽ നടന്നിരുന്ന ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് മിസ് പാട്ന എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശില്പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അവിടെ നിന്ന് ഒരു റിക്ഷ പിടിച്ചിട്ടായിരുന്നു അവർ ഈ കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 2, 1999. എന്നത്തെയും പോലെ അവർ അന്നത്തെ ദിവസവും പാരൻസിൻ്റെ അടുത്ത് ബൈ പറഞ്ഞിങ്ങായിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് ഇറങ്ങിയതായിരുന്നു. വീടിൻ്റെ അവിടെ നിന്ന് അവരൊരു റിക്ഷ പിടിച്ചിങ്ങായിട്ട് നേരെ കമ്പ്യൂട്ടർ സെൻറ്റർ ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം ഏറെ വൈകിയും ആ ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിലോട്ട് എത്തിയില്ല. നേരെ ഏറെ വൈകിട്ടും ആ ഒരു പെൺകുട്ടി എത്താത്തത് കൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സ് ആകെപ്പാടെ പാനിക് ആവുകയാണ്. അവർ നേരെ ആ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് പോയി. എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. അന്നത്തെ ദിവസം ശില്പി ആ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരാകെപ്പാട് പേടിച്ചു. നേരെ തന്നെ ശില്പിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവർ അന്വേഷിക്കുകയാണ്. അതേപോലെ തന്നെ ശില്പി പോകാൻ സാധ്യതയുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും മകളെ കുറിച്ചിട്ട് യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അന്ന് രാത്രി പാരൻസ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു ശില്പി ജെയിൻ നേരെ എങ്ങോട്ടാണ് പോയത്? യഥാർത്ഥത്തിൽ ശില്പിക്ക് എന്താണ് സംഭവിച്ചത്? പോലീസുകാർ അവരെ കണ്ടെത്തിയോ? 1999 ബീഹാർ രാഷ്ട്രീയത്തെ തന്നെ കുലുക്കിയ ഒരു കേസാണ് ഈ ഒരു കേസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പിറ്റേ ദിവസം ന്യൂസിലും മറ്റുമൊക്കെ മിസ് പാട്ന ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു ന്യൂസ് കാട്ടുതീ പോലെ പടരുകയാണ്. പോലീസുകാരൊരു ഭാഗത്ത് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പാരൻസ് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ജൂലൈ 3 രാത്രി ഏകദേശം ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷനിലോട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ഇൻഫോർമേഷൻ വന്നത്. അതിൽ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ ഒരു ബംഗ്ലാവിൻ്റെ പാർക്കിങ്ങിൽ ഒരു വൈറ്റ് കളർ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാറിൻ്റെ ഉള്ളിൽ 2 പേരും മരിച്ചു കിടക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആയിരുന്നു പോലീസിന് ലഭിച്ചത്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാരേജ് പുറത്ത് നിന്ന് താഴ്ത്തിങ്ങായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ലോക്ക് പൊളിച്ച് ഗ്യാരേജിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു വൈറ്റ് കളർ കാറ് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ 2 പേര് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ബംഗ്ലാവിൻ്റെ പാർക്കിങ്ങിൽ നിന്നാണല്ലോ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ആരുടേതായിരുന്നു ആ ഒരു ബംഗ്ലാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകക്ഷി MLA ആയിട്ടുള്ള സാധു യാദവ് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു. യെസ്, ആളുടെ വീട്ടിൽ നിന്നായിരുന്നു ആ ഒരു കാറും 2 ബോഡിയും കിട്ടിയിട്ടുണ്ടായത്. ആ 2 പേരുടെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ ബോഡിയും ഹാഫ് നേക്കഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെയും ബോഡി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ഒരു പുരുഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ എന്താ പറയുക, മുകളിൽ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ടീഷർട്ടോ ഷർട്ടോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ജീൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ടോപ്പ് മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ബോഡി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ പുരുഷൻ ആരാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. ഗൗതം സിംഗ് എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. ഈ MLA ഉണ്ടല്ലോ, അയാളുടെ സെയിം പാർട്ടിയിലത്തെ യൂത്ത് വിങ്ങിലത്തെ ഒരു നേതാവായിരുന്നു ഈ ഒരു ഗൗതം. അടുത്തതായിട്ട് പോലീസുകാർ ആരാണ് ആ ഒരു പെൺകുട്ടി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ തന്നെ അവർക്ക് അത് ആരാണെന്നുള്ളതിനുള്ള ഉത്തരവും ലഭിച്ചു. അത് വേറെ ആരും ആയിരുന്നില്ല, കഴിഞ്ഞ ദിവസം മിസ്സായ ഉജ്ജ്വൽ ജെയിൻ്റെ മകൾ ശില്പി ജെയിൻ ആയിരുന്നു അത്. പോലീസുകാർ അവിടെ എത്തി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ സാധു യാദവും ആളുടെ ആളുകളും നേരെ അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം ആളും പോലീസുകാരും തമ്മിൽ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഒരു കോൺസ്റ്റബിൾ ആ ഒരു കാർ അവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു. അതായത് കാർ ഓടിച്ചുകൊണ്ട് പോവുമായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് ടീമും ബാക്കിയുള്ള എല്ലാ ടീമും വന്ന് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും അങ്ങനെ കാറൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക. എന്നാൽ ആ സമയത്ത് അതൊന്നും അവിടെ നടന്നില്ല. അയാൾ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു കാർ എടുത്ത് ഒരു കോൺസ്റ്റബിൾ പോവുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ബോഡി 2 റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. വളരെ ധൃതിയിൽ അന്ന് രാത്രി 12 മണിക്ക് തന്നെ ഓട്ടോപ്സിയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയാണ്.
ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളൊരു തരത്തിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇതറിഞ്ഞ ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ലീഡേഴ്സും വെറുതെ ഇരുന്നില്ല. ഈ ഒരു MLA ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും തെളിവുകളും മറ്റൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരും അയാളുടെ കൂടെ നിന്നെന്നും അതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക് ടീമും മറ്റൊക്കെ വരുന്നതിന് മുൻപ് തന്നെ കാർ അവിടെ നിന്ന് കൊണ്ടുപോയതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ആരോപിക്കുകയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ആളും പോലീസുകാരും കുലുങ്ങിയില്ല. ഈ മരിച്ച ഗൗതമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു ആൾ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫുൾ ഫാമിലി ഇംഗ്ലണ്ടിലായിരുന്നു. പിന്നെ ഈ ഒരു ഗൗതമിന് പൊളിറ്റിക്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം ആൾ നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്നിങ്ങായിട്ട് കുറച്ച് ബിസിനസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ പൊളിറ്റിക്സും പരിപാടിയും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്ന് രാത്രി തന്നെ ഓട്ടോപ്സി നടന്നു എന്ന് പറഞ്ഞില്ലേ, പാരൻസിൻ്റെ അടുത്തോ ആരുടെ അടുത്തോ പെർമിഷൻ ഒന്നും ചോദിക്കാതെ ആയിരുന്നു ആ രാത്രി തന്നെ അവർ ഓട്ടോപ്സി നടത്തിയത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗൗതമിൻ്റെ ബോഡി അവർ മറവ് ചെയ്യുകയും ചെയ്തു. ഓട്ടോപ്സിക്ക് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി അവരുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. പോലീസുകാർ എന്തൊക്കെയാണ് ഒരു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഇവരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ വേറെ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നെന്നും ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിഷപ്പുക ശ്വസിച്ചിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ആ പയ്യനെയും നല്ല ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ശ്വാസം മുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിഷപ്പുക ശ്വസിച്ചിട്ടായിരുന്നു ആ ഒരു പയ്യനും മരണപ്പെട്ടിട്ടുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും പിന്നെ പോലീസുകാർ ഈ ഒരു കേസിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ശില്പിയുടെ പാരൻസ് രംഗത്ത് വരികയാണ്. തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും ഇതൊരു കൊലപാതകമാണെന്നും ആ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു അവർ രംഗത്ത് വന്നത്. അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയുടെ രംഗത്ത് വരികയാണ്. ഈ ഭരണകക്ഷിയിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തത്, അപ്പോൾ പോലീസുകാർ അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും സാധു യാദവിനെ തൊട്ടില്ല. ആളുടെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1997 ഈ ഒരു ബീഹാറിലത്തെ CM ആയിട്ടുണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവ് ഉണ്ടല്ലോ, ആൾ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിന്ന സമയത്ത് ആളുടെ വൈഫ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് സ്ഥാനേൽക്കുകയായിരുന്നു. രാബ്രി ദേവി എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഇവർ ഈ ഒരു സാധു യാദവിൻ്റെ സ്വന്തം സിസ്റ്റർ ആയിരുന്നു, അതായത് ചേച്ചി. അപ്പോൾ ഇവർ ചീഫ് മിനിസ്റ്റർ ആയതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പാർട്ടിയിൽ ഒരുപാടധികം സ്ഥാനങ്ങളും മറ്റുമൊക്കെ കിട്ടുകയാണ്. അതേപോലെ തന്നെ ആ ഒരു സ്റ്റേറ്റിൽ ഹെവി ആയിട്ടുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിൽ വരികയും ചെയ്തു. യെസ്, RJD പാർട്ടിയുടെ പല പവറുകളും ഇയാളുടെ കയ്യിലോട്ട് വരുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഇയാൾ ഈ ഒരു ഗൗതമിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതും ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കേസിന്റെ പേരിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം സെപ്റ്റംബർ 1999 അവിടുത്തെ ചീഫ് മിനിസ്റ്ററായ ഈ രാബ്രി ദേവി എന്ന് പറയുന്ന സ്ത്രീ ഈ കേസ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ CBI ഈ ഒരു കേസ് ആദ്യം തുടങ്ങി രണ്ടാമത് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ഈ CBI ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്തത് ഈ ഗൗതമിന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയിൽ വെച്ച് ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർ ലവേഴ്സ് ആണെന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലായെന്നും അവർ CBI ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. പിന്നെ രണ്ടുപേരുടെയും മുഖത്ത് ആ ഒരു സമയത്തും എന്തൊക്കെയോ വിഷാദം ഉണ്ടായിരുന്നെന്നും അവർ എന്തോ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എന്ന് തങ്ങൾക്ക് തോന്നുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ ഒരു എന്താ പറയുക ഒരു ആരോപണം കൂടെ ഉണ്ടാവുകയാണ്. ആ ഒരു ആരോപണം ഉണ്ടായത് ഈ ഒരു ശില്പിയുടെ അച്ഛനെതിരെയായിരുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ അച്ഛൻ തന്നെയാണ് ശില്പിയെയും അതുപോലെ തന്നെ മറ്റാളെയും കൊട്ടേഷൻ കൊടുത്ത് കൊന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണം കാര്യങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെ ശില്പിയുടെ അച്ഛൻ തന്നെ രംഗത്ത് വരികയാണ്. തങ്ങളുടെ സ്വന്തം മകളെ കൊല്ലാനും മാത്രം ക്രൂരന്മാരല്ല തങ്ങൾ എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു ശില്പിയുടെ അച്ഛൻ പ്രതികരിച്ചത്. അങ്ങനെ CBI ഉദ്യോഗസ്ഥർ പല സോഴ്സസിലൂടെയും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എന്താണ് അന്നത്തെ ദിവസം നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ CBI ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ്. അന്നത്തെ ദിവസം എന്നത്തെയും പോലെ തന്നെ ശില്പി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നും കയറുന്ന റിക്ഷയിൽ കയറിയിട്ട് തൻ്റെ കമ്പ്യൂട്ടർ സെൻറ്റർ ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാറ് നേരെ വന്ന് ഈ ഒരു റിക്ഷയ്ക്ക് വട്ടം വെക്കുന്നത്. എന്നിട്ട് ശില്പിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ടല്ലേ പോകുന്നത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വേറെ ആരും ആയിരുന്നില്ല, ഗൗതമിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പരിചയമുള്ളൊരു മുഖമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഒരു കാറിൽ കയറി. അങ്ങനെ ആ ഒരു കാർ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ആ ഒരു കാറ് കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ടല്ല പോയത്, വേറൊരു വഴിക്കായിരുന്നു. അപ്പോൾ റൂട്ട് മാറുന്നത് കണ്ടപ്പോൾ ശില്പി ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞിട്ടുണ്ടാകാനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അവിടെ ഗൗതം വെയിറ്റ് ചെയ്യേണ്ടുന്നുണ്ട് ആ ഒരു ബംഗ്ലാവിൽ. അതുകൊണ്ടാണ് താൻ വന്നതെന്നും അതുപോലെ തന്നെ തന്നെ പിക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യം ഇയാൾ പറയുന്നൊരു സാഹചര്യം ആയിരിക്കാം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ എന്തായാലും ആ ഒരു ബംഗ്ലാവിലോട്ട് എത്തുകയായിരുന്നു. ആ ഒരു ബംഗ്ലാവിലെത്തി നോക്കിയപ്പോൾ അവിടെ ഗൗതം ഉണ്ടായിരുന്നില്ല, വേറെ 4-5 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആ ഒരു സ്ത്രീയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ എന്താ പറയുക കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇത് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശില്പിയുടെ പാരൻസ് ശില്പിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശില്പിനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ഗൗതം അറിയാണ്. ഗൗതം ഇതേപോലെ തന്നെ ശില്പിനെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു റിക്ഷക്കാരനെ കണ്ടു. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് വന്നിങ്ങേറ്റ് കൂട്ടിക്കൊണ്ടുപോയ വിവരം അയാൾ പറയുകയാണ്. അങ്ങനെ ആ ഒരു ബംഗ്ലാവിലോട്ട് ഈ ഒരു ഗൗതം വെച്ച് പിടിക്കുകയാണ്. ഓൾറെഡി ആ ഒരു ബംഗ്ലാവിൽ ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ടും അതേപോലെ തന്നെ പല മേഡേഴ്സും നടന്നതായിട്ടുള്ള ആ ഒരു ഹിൻറ്റും കാര്യങ്ങളൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾക്ക് അറിയായിരുന്നു, ഇയാൾ ആ ഒരു പാർട്ടി തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ തൻ്റെ കാമുകിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആ ഒരു ഭയത്തിലൊക്കെ കൂടിയായിരുന്നു ഇയാൾ നേരെ അങ്ങോട്ട് എത്തിയത്. അവിടെ എത്തി ഗൗതം നോക്കുമ്പോൾ വളരെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയിൽ കിടക്കുന്ന ശില്പിയായിരിക്കാം കണ്ടിട്ടുണ്ടാവുക. ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ആളുകൾ ഇയാളെ കണ്ടു. അതേപോലെ തന്നെ ഇയാളെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്തൊക്കെ സാധു യാദവ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നോ എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യാനായിട്ട് CBI ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചേയില്ല. പിന്നെ CBI ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക മേർഡറും അതേപോലെ തന്നെ റേപ്പും നടന്നത് ഒരു ബംഗ്ലാവിലാണ്. ഈ ഒരു ബോഡി കിട്ടിയത് വേറൊരു ബംഗ്ലാവിൽ നിന്നുമാണ്. ശില്പിയെ കൊണ്ടുപോയ ഒരു ബംഗ്ലാവിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഫോഴ്സ്ഫുള്ളി ഇവരെ കൊണ്ട് വിഷപ്പുക ശ്വസിപ്പിച്ചതും അതേപോലെ തന്നെ അവരെ അവിടെ വെച്ചിട്ടായിരിക്കാം കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ ഒരു MLAയുടെ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അറിയാവുന്ന ആരോ ഒരാൾ പോലീസിന് ഇതിൻ്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു മനസ്താപം തോന്നിയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടാണാവോ എന്താണെന്നറിയില്ല. ആരോ ഒരാൾ ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ എന്തായാലും പോലീസിന് പാസ് ചെയ്യായിരുന്നു. അതാരാണെന്നുള്ളത് പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല. പിന്നീട് CBI അന്വേഷിച്ചപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് ആരാണെന്നുള്ളത് അവരെ കൊണ്ടും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. മേ ബി ആ ഒരു ഇൻഫർമേഷൻ കൊടുത്ത ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും CBIയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അയാളുടെയും ഗതി ഇതൊക്കെ തന്നെ ആവാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് ഈ ഒരു കേസ് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് CBI ഉദ്യോഗസ്ഥർ ഈ ഒരു മേർഡർ മോട്ടീവിനെ കുറിച്ച് എങ്ങനെയായിരുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അവർ നോക്കിയപ്പോൾ ഈ ഒരു സാധു യാദവും അതുപോലെ തന്നെ ഒരുപാടധികം വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ശില്പിയും അതുപോലെ തന്നെ ഗൗതമും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് തൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ശില്പിയെ ഈ ഒരു സാധു യാദവിന് ഈ ഗൗതമ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മേ ബി ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ അയാൾക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാകാം. ബട്ട് ഇതിലൊക്കെ എത്ര സത്യമുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് CBI കൊണ്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിയിൽ നിന്നും DNA സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിലെ ലാബിലോട്ട് അയച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി ഗ്യാങ് റേപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൺഫേം ആകുന്നത്. അതിനുശേഷം CBI ഉദ്യോഗസ്ഥർ ആ ഒരു MLA ആയിട്ടുള്ള സാധു യാദവിൻ്റെ അടുത്ത് DNA സാമ്പിളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ആളുടെ DNA സാമ്പിളും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഇൻഫ്ലുവൻസും അതേപോലെ തന്നെ പണവും പദവിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കേസ് മുന്നോട്ട് പോകാത്ത രീതിയിൽ ആളാക്കി തീർക്കുകയായിരുന്നു. ഫൈനലി ആ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം CBI ഉദ്യോഗസ്ഥർ എങ്ങനെയാണെന്നറിയോ ഈ ഒരു കേസ് ക്ലോസ് ചെയ്തത്? അവിടുത്തെ സ്റ്റേറ്റ് പോലീസ് കേസ് ക്ലോസ് ചെയ്ത അതേപോലെ തന്നെ, അതായത് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് CBI ഉദ്യോഗസ്ഥരും ഈ ഒരു കേസ് ക്ലോസ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഇതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ ചെയ്യാനായിട്ട് ഈ ഒരു ശില്പിയുടെ ചേട്ടൻ തീരുമാനിച്ചതായിരുന്നു. അതിനുശേഷം ആ ചേട്ടൻ എന്താ സംഭവിച്ചതെന്നറിയോ? ആ ചേട്ടനെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി 5 ദിവസം എവിടെയോ വെച്ച് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിനുശേഷം തിരിച്ച് ആളെ വീട്ടിൽ കൊണ്ടായി കൊടുത്തു. പിന്നീട് ശില്പിയുടെ പേരൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരും ആ ഒരു കേസിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അവർക്ക് അവരുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം അവർ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാതിരുന്നിട്ടുണ്ടായത്. ഈ ഒരു ഗൗതമിൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ UK സെറ്റിലാണ്. അവർ കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഒരു കേസിൽ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ വേറൊരു റൂമർ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു MLAയും അതുപോലെ തന്നെ ഗൗതമും ഏതോ ബിസിനസ്സിൽ പാർട്ട്നേഴ്സൊക്കെ ആയിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതുവരെ ആളെ തൊടാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഒരു കേസ് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലോജിക്കിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ആ ഒരു ഗ്യാരേജിൻ്റെ ഉള്ളിലെ കാറിൻ്റെ അകത്ത് നിന്നാണല്ലോ കിട്ടിയത്. അപ്പോൾ ആ ഒരു ഗ്യാരേജ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോക്ക് പൊളിച്ചിട്ടാണ് പോലീസുകാർ അകത്ത് കയറിയത്.
ഈ അകത്ത് കയറി ആത്മഹത്യ ചെയ്ത ആളുകൾ എങ്ങനെ പുറത്തുനിന്ന് ലോക്കിട്ടിട്ടുണ്ടാവും? അതൊരു ചോദ്യമാണ്. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഡ്രസ്സോ കഴിക്കുന്നത്? അതായത് ആ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ ടീഷർട്ടോ ഷർട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അങ്ങനെ പോയി ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ ഗ്യാങ് റേപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെയും വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇതൊരു ആത്മഹത്യയാണെന്നുള്ള രീതിയിലാണ് കേസ് ക്ലോസ് ആയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു കേസിനെ കുറിച്ചും കയറ്റി എന്താ പറയുക, കുറച്ച് നാളുകൾക്ക് മുൻപ് പിന്നെയും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഓപ്പോസിഷൻ പാർട്ടിയുള്ള ആളുകൾ ഇതൊക്കെ വീണ്ടും എടുത്തു വെച്ചെങ്കിൽ പിന്നെയും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ വലിയൊരു പുരോഗതി കണ്ടില്ല ഈ ഒരു കേസിൽ. യെസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ആൻഡ് ഇറ്റ്സ് മി റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.